കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED റെയ്ഡ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, റെയ്ഡ് പൂർത്തിയായോ? റെയ്ഡിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ED ഉദ്യോഗസ്ഥർ എത്ര പെട്ടെന്ന് പുറത്തുവിടുന്ന ഒരു സാഹചര്യമില്ല. എന്തായാലും പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് ED ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഈ റെയ്ഡ് തിരുവനന്തപുരത്ത് പാളയത്ത് SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തുടരുകയാണ്. അല്പസമയത്തുള്ള റെയ്ഡ് അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ കണ്ടുപിടിച്ച വിവരങ്ങൾ അത് ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുമ്പ് വെളിപ്പെടുത്തുന്ന ശീലം EDക്കില്ല. അത് അത്ര വിവരങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഔദ്യോഗികമായി ഒരുപക്ഷെ ED അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും റെയ്ഡ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് അതീവ രഹസ്യമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുന്നത്. 3ഓളം ടാക്സി വാഹനങ്ങളാണ് ഏഴംഗ ED സംഘം എത്തിയിരുന്നത്. സുരക്ഷയ്ക്കായി വനിതകളടക്കമുള്ള 10ഓളം CRPF ജവാന്മാരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന പോലീസോ രഹസ്യാന്വേഷണ വിഭാഗമോ ഈ റെയ്ഡ് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളടക്കം എത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നതായി അവർക്ക് പോലും വിവരം കിട്ടിയത്. എന്തായാലും ഈ റെയ്ഡ് SDPIയുടെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ED റെയ്ഡ് ആരംഭിച്ചത്. ദൃശ്യ പ്രജിത്ത്, എപ്പോഴാണ് ഈ പാളയത്തെ ഓഫീസിൽ റെയ്ഡ് ആരംഭിച്ചത്? പക്ഷേ രാവിലെ 10 മണിയോടെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുന്നത്. അതും വളരെ രഹസ്യമായിട്ടായിരുന്നു അവർ എത്തിയിരുന്നത്. പിന്നീട് ഇത്രയും മണിക്കൂർ ഉദ്യോഗസ്ഥർ ഈ പാളയത്തെ ഓഫീസിൽ തന്നെ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവർ റെയ്ഡ് അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനിടയിൽ പ്രതിഷേധവുമായി SDPI രംഗത്ത് വന്നിരുന്നവർ EDക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യവും കൂട്ടം കൂടിയുന്ന വനിതകളടക്കമുള്ള പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതോടെ ലോക്കൽ പോലീസൊക്കെ എത്തി രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും റെയ്ഡ് അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, അവിടെ റെയ്ഡ് പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, മലപ്പുറത്ത് രാവിലെ ഏകദേശം 10 മണിയോടെയാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു രാവിലെ 10 മണി മുതൽ റെയ്ഡ് ആരംഭിച്ചത്. ഏകദേശം 5 മണിക്കൂറിനടുത്ത് റെയ്ഡ് തുടർന്ന് പിന്നീട് 2:30 ED ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും പോയത്. നിരവധി രേഖകൾ പരിശോധിച്ച് അതോടൊപ്പം തന്നെ നിരവധി ഹാർഡ് ഡിസ്ക് അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. ഏകദേശം 6 ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ടാക്സി കാർ വിളിച്ചാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള സംഘമാണ് ED ഉദ്യോഗസ്ഥരായിരുന്നു മലപ്പുറത്ത് പരിശോധനയ്ക്കായി എത്തിയിരുന്നത്. അവർ ഇന്നലെ തന്നെ രാത്രിയിൽ തന്നെ കോഴിക്കോട് എത്തിയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെയാണ് മലപ്പുറത്തെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതായത് പോലീസോ മറ്റ് ക്രൈംബ്രാഞ്ചോ മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധന ആരംഭിച്ചത്. അതിനുശേഷമാണ് മറ്റ് SDPI പ്രവർത്തകരടക്കം ഇവിടേക്ക് വന്ന് പിന്നീട് SDPI പ്രവർത്തകർ ചുറ്റും തമ്പടിച്ച് കൂടുകയാണ് ഉണ്ടായത്. പക്ഷേ ED ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പരിശോധനകൾ തുടർന്നു. കഴിഞ്ഞ ദിവസം SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SDPIയുടെ വിവിധ ഓഫീസുകളിൽ ഏകദേശം രാജ്യത്തെ 12ഓളം ഓഫീസുകളിൽ ഇന്ന് മിന്നൽ പരിശോധന ED ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാം അതീവ രഹസ്യമായിട്ട് ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിരവധി രേഖകൾ പരിശോധിച്ചു. കാരണം PFI വഴി SDPIക്ക് വലിയ രീതിയിൽ തന്നെ ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റംസാൻ മാസത്തിന്റെ മറവിലും ഇതിന്റെ പേരിലും വലിയ രീതിയിൽ തന്നെ വ്യാപകമായി തന്നെ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ റംസാന്റെ മറവിൽ SDPIക്ക് പ്രവർത്തിക്കാൻ വേണ്ടി PFI പ്രവർത്തകർ ഇത്തരത്തിൽ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് PFI പ്രവർത്തകരാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് SDPI വഴി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു ഫണ്ട് ശേഖരണം അവർ നടത്തിയിട്ടുള്ളത്. അതായത് PFIയും SDPIയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. ഇക്കാര്യം തന്നെ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് മുൻപുള്ള രേഖകൾ അടക്കമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് മുൻപ് PFIയെ നിരോധിച്ച ആ സമയത്ത് ED ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ ഇത്തരം PFIയുടെ കേന്ദ്രങ്ങളിൽ വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. STPIയുടെ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് PFI ആണ്. അതിൻ്റെ രേഖകളും അതിൻ്റെ വിശദാംശങ്ങളും അന്ന് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്, ED ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ STPIയുടെ മറ്റ് പല കാര്യങ്ങളിലും കൃത്യമായി ഫണ്ട് വിനിയോഗം നടത്തുന്നത് അടക്കം PFI ആണ്. PFI STPI രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. PFIയുടെ രാഷ്ട്രീയ സംഘടന കൂടിയാണ് STPI. അതുകൊണ്ട് തന്നെ STPIയും രണ്ടും ഒന്നാണ്. STPIയിലേക്കുള്ള വ്യാപകമായ ഫണ്ട് വരുന്നത് PFI വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടിയും പരിശോധനയും EDയുടെ ഭാഗത്തു നിന്നും STPIക്കെതിരെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം STPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. മുൻപ് പലതവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ നോട്ടീസിന് നൽകിയിട്ടും ഹാജരായിരുന്നില്ല. പിന്നീട് കോടതി ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് അറസ്റ്റ് ഉണ്ടായത്. പിന്നീട് കസ്റ്റഡി ഇപ്പോൾ EDയുടെ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി. ആ പരിശോധനയുടെ ഭാഗമായാണ് മലപ്പുറത്തെ നഗരത്തിൽ തന്നെയാണ് STPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ളത്. അവിടെ ഏകദേശം 5 മണിക്കൂറോളം നീണ്ട പരിശോധന നടത്തിയത്. നിരവധി രേഖകൾ ED ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നേതാക്കളുടെ വീടുകളിലും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചന. ദൃശ്യ മലപ്പുറത്ത് നിന്ന് ശിവദാസ് കൺവനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിൽ നിന്ന് S നന്ദഗോപനുണ്ട്. നന്ദഗോപൻ, പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. ഡൽഹിയിലെ ദേശീയ കേന്ദ്രത്തിൽ അതുപോലെ മറ്റ് 10 സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ED റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡൽഹിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും റെയ്ഡ് ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SDPIയുടെ 12 കേന്ദ്രങ്ങളിലാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം SDPI അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇന്നിപ്പോൾ ഡൽഹിയിലെ അവരുടെ അഖിലേന്ത്യാ ആസ്ഥാനം, അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ തിരുവനന്തപുരവും മലപ്പുറവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഇത് കൂടാതെ ബംഗളൂരു, ഹൈദരാബാദ്, ഒപ്പം ചെന്നൈ തുടങ്ങിയ 12 കേന്ദ്രങ്ങളിലാണ് ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് SDPIയുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് നടന്നിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ EDക്ക് ഈ റെയ്ഡിൽ നിന്നും ലഭിച്ചു എന്നാണ് വിവരം. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPIയും ഈ 2 സംഘടനകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നത് എന്നതാണ് ശ്രദ്ധേയം. SDPIയെ ബാൻ ചെയ്യുന്നതിനെ പറ്റി കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായി ആലോചിക്കുന്നുവെന്ന സൂചനയാണ് ഈ റെയ്ഡിലൂടെ ലഭ്യമാകുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ